ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നറിയേണ്ടത്, തീരം തൊട്ട് തവിടൻ. നമ്മുടെ കേരള തീരത്ത് ഒരു പ്രത്യേക ഇനം, ഇതുവരെ കണ്ടുവരാത്ത ഒരു പ്രത്യേക ഇനം പക്ഷി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ഒരു തവിടനാണത്. നമുക്കത്ര പരിചിതമല്ലാത്ത ഒരു അതിഥി, കടൽ പക്ഷികളുടെ കൂട്ടത്തിൽപ്പെടുന്ന അപൂർവ ദേശാടകൻ തവിടൻ കടൽ വാത്ത്. എന്താണ്? തവിടൻ കടൽ വാത്ത് അഥവാ ബ്രൗൺ ബൂബി. എന്താണ്? ബ്രൗൺ ബൂബി. എന്തായിരുന്നു? ബ്രൗൺ ബൂബി അഥവാ തവിടൻ കടൽ വാത്താണ് നമ്മുടെ കേരള തീരത്തെത്തിയ ഒരു പുതിയ അതിഥി. അപ്പോൾ ഇത് ഇവിടെയൊന്നും ഉള്ളതല്ല. ഇത് പ്രജനനകാലം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ആഴക്കടലിൽ കഴിച്ചു കൂട്ടുന്ന ഒരു തരം ഒരു കടൽ പക്ഷിയാണ്. ഈ കടൽ പക്ഷി ഒരു കടൽ പക്ഷിയാണ്. ഏത്? നമ്മുടെ ഈ തവിടൻ കടൽവാത്ത്. അപ്പോൾ ആഴക്കടലിലാണ് ഇതിന്റെ താമസം. പക്ഷേ ഈ മൺസൂൺ ഒക്കെ കാരണം ഇത് അതിൽ നിന്നും തീരത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് വന്നിരിക്കുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട് വെള്ളയിൽ തുറമുഖം. കോഴിക്കോട് വെള്ളയിൽ തുറമുഖത്തെ പുലിമുട്ടിൽ നടത്തിയ പരീക്ഷണത്തിലാണ് ഇവയെ കണ്ടെത്തിയത്. ഇതോടെ കേരളത്തിൽ കണ്ടെത്തിയ പക്ഷി ഇനങ്ങളുടെ എണ്ണം 560 എത്രയായി? 560. കേരളത്തിൽ കണ്ടെത്തിയ പക്ഷി ഇനങ്ങളുടെ എണ്ണം എത്രയായി മാറി? 560 മാറി. അപ്പോൾ അടുത്തിടെ കേരള തീരത്ത് കണ്ട ആഴക്കടൽ പക്ഷി ഏതാണ്? തവിടൻ കടൽവാത്ത്. എന്താണ്? തവിടൻ കടൽവാത്ത് അഥവാ ബ്രൗൺ ബൂബി. എന്താണ്? ബ്രൗൺ ബൂബി. ബ്രൗൺ ബൂബി അഥവാ തവിടൻ കടൽവാത്ത്. കോഴിക്കോട് വെള്ളയിൽ തുറമുഖത്താണ് ഈ പക്ഷിയെ കണ്ടെത്തിയത്. ഇതാ ബ്രസീൽ. അപ്പോൾ നമ്മുടെ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ ബ്രസീൽ യോഗ്യതാ മത്സരത്തിൽ വിജയിച്ചു. അവരെന്താണ്? അടുത്ത ലോകകപ്പിൽ ബ്രസീൽ ഒരു ടീമായിട്ടുണ്ടാവും. ഇതിന്റെ പ്രത്യേകത, എല്ലാ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീമെന്ന ഖ്യാതി ബ്രസീൽ നിലനിർത്തിയിരിക്കുന്നു. എന്താണ്? എല്ലാ ലോകകപ്പിലും യോഗ്യത നേടിയ ഏക ടീം എന്ന ഖ്യാതിയാണ് ബ്രസീലിന് ഇതോടെ സ്വന്തമായിരിക്കുന്നത്. അതായത് ലോകകപ്പ് തുടങ്ങിയ നാൾ മുതൽക്ക് തന്നെ ബ്രസീൽ എല്ലാ യോഗ്യതാ മത്സരങ്ങളും പാസ്സാകുമായിരുന്നു. അപ്പോൾ ബ്രസീൽ എന്ത് നിലനിർത്തി? എല്ലാ ലോകകപ്പും എല്ലാ വേൾഡ് കപ്പിലും യോഗ്യത നേടിയ ഒരേ ഒരു ടീം ഏതാണ്? ബ്രസീലാണ്. കല്യാൺ ചൗബ സ്ഥാനമൊഴിയണമെന്ന് പറയുകയാണ് നമ്മുടെ ബൂട്ടിയ. എന്താണെന്ന് നോക്കാം. നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ആണ് ആര്? കല്യാൺ ചൗബ. എന്താണ്? നിലവിലെ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആണ് നമ്മുടെ കല്യാൺ ചൗബ. അതായത് AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFFന്റെ പ്രസിഡന്റ് ആണ് കല്യാൺ ചൗബ. അപ്പോൾ അടുത്ത ഒരു ദിവസം നമ്മുടെ ഇന്ത്യൻ ടീം ഫുട്ബോളിൽ ദയനീയമായി പരാജയപ്പെട്ടു. വനിതാ ടീമും പരാജയപ്പെട്ടു, മെൻസ് ടീമും പരാജയപ്പെട്ടു. വളരെ ദയനീയമായ പരാജയമായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ കല്യാൺ ചൗബ സ്ഥാനമൊഴിയണം എന്ന് പറയുകയാണ് ബൈചുങ് ഭൂട്ടിയ. ഒരു പഴയ കളിക്കാരനാണ് ബൈചുങ് ഭൂട്ടിയ. ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിലാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ റാങ്കിങ്ങിൽ ഏറെ താഴെയുള്ള ഹോങ്കോങ്ങിനോട് തോറ്റത്. അപ്പോൾ ഏഷ്യ കപ്പ്, നമ്മൾ വേൾഡ് കപ്പ് പറഞ്ഞു, അതേപോലെ ഏഷ്യ കപ്പ് യോഗ്യതാ മത്സരം നടക്കുന്നുണ്ട്. ഈ യോഗ്യതാ മത്സരത്തിൽ ഹോങ്കോങ്, അതായത് റാങ്കിങ്ങിൽ ഏറ്റവും താഴെയുള്ള ഹോങ്കോങ്ങിനോട് നമ്മുടെ ഇന്ത്യൻ ടീം തോറ്റു. ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ലോകകപ്പിന് യോഗ്യത നേടിയപ്പോൾ ഇന്ത്യക്ക് ഏഷ്യൻ കപ്പിന്റെ യോഗ്യത പോലും നേടാനായില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ AIFFന്റെ പ്രസിഡന്റായ കല്യാൺ ചൗബയെ സ്ഥാനമൊഴിയണമെന്ന് ബൈചുങ് ഭൂട്ടിയ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോളിൽ നിന്നും വിരമിച്ച നമ്മുടെ സുനിൽ ഛേത്രിയൊക്കെ തിരിച്ചു വിളിച്ചു. അപ്പൊ ഇതിനെയും ആര് പരാമർശിച്ചു? നമ്മുടെ ബൈചുങ് ഭൂട്ടിയ ഇതിനെയൊക്കെ വിമർശിച്ചിരുന്നു. അപ്പൊ നമ്മളിവിടെ അറിയേണ്ടത്, നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? കല്യാൺ ചൗബ. ആരാണ്? കല്യാൺ ചൗബ. കച്ചിൽ 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം.
അപ്പോൾ ഗുജറാത്തിലെ കച്ചിൽ 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് കേരള സർവകലാശാലയുടെ പുരാവസ്തുശാസ്ത്ര വിഭാഗം. അപ്പോൾ എവിടെയാണ് കേരള സർവകലാശാലയുടെ പുരാവസ്തുശാസ്ത്ര വിഭാഗം ഹാരപ്പൻ വാസസ്ഥലങ്ങൾ കണ്ടെത്തിയത്? എവിടെയാണ്? കച്ചിലാണ്, ഗുജറാത്തിലെ കച്ചിലാണ്. എത്ര വർഷം പഴക്കമുണ്ട്? 5300 വർഷം പഴക്കമുണ്ട്. പ്രാരംഭ ഹാരപ്പൻ ശവ സംസ്കാര സ്ഥലത്തോട് ചേർന്ന താമസ സ്ഥലം കണ്ടെത്തുന്നത് ആദ്യമായാണ്. അപ്പോൾ ഇതിനെന്താണ് പ്രത്യേകത? പ്രാരംഭ ഹാരപ്പൻ ശവ സംസ്കാര സ്ഥലത്തോട് ചേർന്നിട്ട് ഒരു താമസ സ്ഥലം കണ്ടുപിടിക്കുന്നത് ഇതാദ്യമായാണ്. അതായത് ഹാരപ്പൻ ജനത ശവ സംസ്കാരം നടത്തുന്ന ആ ഒരു സ്ഥലത്ത് അതിന്റെ അടുത്തായിട്ട് താമസം ഉറപ്പിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത്തരം ഒരു സ്ഥലത്ത് ശവസംസ്കാരം ചെയ്യുന്നതിനോട് അടുത്ത് തന്നെ ഒരു താമസ സ്ഥലം കണ്ടെത്തുന്നത് ഇതാദ്യമായാണ്. ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ കച്ചിൽ നിന്നാണ്. ഇത് കണ്ടെത്തിയത് കേരള സർവകലാശാലയുടെ പുരാവസ്തു ശാസ്ത്ര വകുപ്പാണ്. 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ സംസ്കാരമാണ് കണ്ടെത്തിയത്. ആ വർഷം ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷകൾ നമുക്ക് ഉറപ്പായിട്ടും ഇതൊക്കെ പ്രതീക്ഷിക്കാം. ടൂറിസം സൈറ്റിലെ സന്ദർശകർ കേരളം ഒന്നാമത്. അപ്പോൾ കേരളം ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു ചുവട് മുന്നിലാണ്. അപ്പോൾ ഇവിടെയും ഒന്നാമതെത്തിയിരിക്കുന്നു. എന്താണ്? ഇന്ത്യയിലെ ടൂറിസം വെബ്സൈറ്റുകളിൽ സന്ദർശകരുടെ എണ്ണത്തിൽ കേരളത്തിന് 1-ാം സ്ഥാനം. എന്താണ്? ഇന്ത്യയിലെ ടൂറിസം വെബ്സൈറ്റുകൾ, നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്ത് ഒരു ടൂറിസം വെബ്സൈറ്റ് ഉണ്ട്. ഈ ടൂറിസം വെബ്സൈറ്റ് സെർച്ച് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തത് ഏതാണ്? നമ്മുടെ ഈ കൊച്ചു കേരളത്തെയാണ്. അതായത് വിദേശികളൊക്കെ ഇവിടെ ടൂറിസ്റ്റായിട്ട് വരാറുണ്ട്. അവർ സെർച്ച് ചെയ്യുന്ന ഇന്ത്യയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സെർച്ച് ചെയ്യുന്ന സൈറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിരിക്കുന്നത് കേരളത്തെയാണ്. അന്താരാഷ്ട്ര വെബ് ട്രാഫിക് റാങ്കിങ്ങിലാണ് കേരളം ഒന്നാമതെത്തിയത്. ഏതിലാണ്? അന്താരാഷ്ട്ര വെബ് ട്രാഫിക് വിശകലനം. അന്താരാഷ്ട്ര വെബ് ട്രാഫിക് വിശകലനത്തിലാണ് കേരളം 1-ാം സ്ഥാനത്തെത്തിയത്. ഇതിൽ 2-ാം സ്ഥാനം കേന്ദ്ര സർക്കാരിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ വെബ്സൈറ്റ് ആണ് രണ്ടാമത്. എന്താണ്? കേരളം 1-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ വെബ്സൈറ്റ് ആണ്. ആഗോള റാങ്കിങ്ങിൽ ട്രാവൽ സൈറ്റുകളിൽ 2-ാം സ്ഥാനത്താണ് കേരളം. അപ്പോൾ ആഗോള റാങ്കിങ്ങിൽ ഇന്ത്യയിൽ 1-ാമത് കേരളമാണ്. ആഗോള റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ട്രാവൽ സൈറ്റുകളിൽ 2-ാം സ്ഥാനമുണ്ട് നമ്മുടെ കേരളത്തിന്. എന്താണ്? ട്രാവൽ സൈറ്റുകളിൽ കേരളത്തിന് 2-ാം സ്ഥാനമാണ്. വിവിധ രാജ്യങ്ങളുടെ ടൂറിസം സൈറ്റുകളുടെ റാങ്കിങ്ങിലും ടൂറിസം ഇൻഡസ്ട്രി വിഭാഗത്തിലും കേരളം 2-ാമതെത്തി. ഏതിലേക്കാണ്? വിവിധ രാജ്യങ്ങളുടെ ടൂറിസം സൈറ്റുകളുടെ റാങ്കിങ്ങിലും ടൂറിസം ഇൻഡസ്ട്രി വിഭാഗത്തിലും ടൂറിസം സൈറ്റുകളുടെ റാങ്കിങ്ങിലും കൂടാതെ ടൂറിസം ഇൻഡസ്ട്രി വിഭാഗത്തിലും കേരളം 2-ാമതെത്തി. ഈ 2 വിഭാഗത്തിലും, അതായത് ടൂറിസം സൈറ്റുകളുടെ റാങ്കിങ്ങിലും ടൂറിസം ഇൻഡസ്ട്രിയിലും 1-ാമതെത്തി നിൽക്കുന്നത് തായ്ലൻഡ് ആണ്. തായ്ലൻഡ് ടൂറിസമാണ് 1-ാമത്. 3 മുതൽ 5 വരെ സ്ഥാനത്ത് വിയറ്റ്നാം, ഇൻക്രെഡിബിൾ ഇന്ത്യയും ഇന്തോനേഷ്യയുമാണ്. ഓക്കെ, അപ്പൊ കേരളം 2-ാമത്, 1-ാമത് തായ്ലൻഡ്, 3-ാം സ്ഥാനം വിയറ്റ്നാമിനാണ്, 4-ാം സ്ഥാനം ഇൻക്രെഡിബിൾ ഇന്ത്യക്കാണ്, 5-ാം സ്ഥാനം ഇന്തോനേഷ്യ. 3-ാം സ്ഥാനം വിയറ്റ്നാം, 4-ാം സ്ഥാനം ഇൻക്രെഡിബിൾ ഇന്ത്യ, 5-ാം സ്ഥാനം ഇന്തോനേഷ്യ. ഇങ്ങനെയാണ് ആ ഒരു റാങ്കിങ് വരുന്നത്. കൂടാതെ ഏഷ്യ പസഫിക്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ മികച്ച 10 ടൂറിസം വെബ്സൈറ്റുകളിൽ ഒന്ന് ഏതാണ്? നമ്മുടെ കേരള ടൂറിസമാണ്. ഇത് ഇപ്പോഴത്തെ അല്ല, മുന്നേ അംഗീകരിക്കപ്പെട്ടതാണ്. 2023-24 കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. ഏഷ്യ പസഫിക്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ മികച്ച 10 ടൂറിസം വെബ്സൈറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്ന് ഏതാണ്? നമ്മുടെ കേരള ടൂറിസമാണ്. അപ്പോൾ ഇത് ബാലവേലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ കേരളത്തിൽ ബാലവേല കേസുകൾ കുറവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇന്ന് എത്രയാണ്? ഇന്ന് ജൂൺ 12 ആണ്. ജൂൺ 12ന്റെ പ്രത്യേകത എന്താണ്? ലോക ബാലവേല വിരുദ്ധ ദിനം, വേൾഡ് ഡേ എഗൈൻസ്റ്റ് ചൈൽഡ് ലേബർ ആണ് ജൂൺ 12 എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും ബാലവേല കേസുകൾ കുറവ് എന്നാണ് പറയുന്നത്. ജോലിയിൽ ഏർപ്പെട്ടവരിൽ 75% ഇതര സംസ്ഥാന കുട്ടികളാണ്. അപ്പോൾ ജോലിയിൽ ഏർപ്പെട്ടവരിൽ കേരളം ബാലവേലയിൽ കുറവാണ്, ബാലവേലയിൽ ഏറ്റവും പിന്നിലാണ്. അതിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസിൽ 75% ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കുട്ടികളാണ്.
അപ്പോൾ നമുക്കൊരു ബാലവേല വിരുദ്ധ നിയമമുണ്ട് അല്ലേ? നമുക്കൊരു ബാലവേല വിരുദ്ധ നിയമമുണ്ട്. ആ നിയമപ്രകാരം എത്ര വയസ്സ് വരെയുള്ള ഒരു വ്യക്തിയെയാണ് കുട്ടി അല്ലെങ്കിൽ ആ ഒരു ബാലവേല എന്ന രീതിയിൽ ഉൾപ്പെടുന്നത്? എത്ര വയസ്സ് വരെയുള്ള കുട്ടികളാണ്? എത്രയാണ്? 14 അല്ലേ? 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കുമ്പോഴാണ് അതിനെ ബാലവേല എന്ന് പറയുന്നത്. എത്രയാണ്? 14 വയസ്സ്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോഴാണ് ബാലവേല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് തിരിഞ്ഞു പോകും. കാര്യം നമ്മുടെ പോക്സോ ആക്ട് ഉണ്ട്. പോക്സോ ആക്ട് പ്രകാരം അത് 18 വയസ്സാണ്. 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് പോക്സോ ആക്ട് പ്രകാരം കുട്ടി എന്ന് പറയുന്നത്. ബാലവേല വരുമ്പോൾ അത് 14 വയസ്സാണ്. 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുമ്പോഴാണ് അതിനെ ബാലവേല എന്ന് പറയുന്നത്. അപ്പോൾ ഈ 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളും കുട്ടികൾ തന്നെയാണ്. അവർക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്യാം. 14 വയസ്സ് വരുമ്പോൾ ഏകദേശം ഒരു പക്വതയ്ക്ക് എത്തുമല്ലോ. അപ്പോൾ അവരുടെ പക്വതയ്ക്കനുസരിച്ചുള്ള ജോലി ചെയ്യാം. അതും നമ്മുടെ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് 14 വയസ്സ് കഴിഞ്ഞതും 18 വയസ്സ് പൂർത്തിയാകാത്തതുമായ കുട്ടികളെ അപകടകരമായ ജോലികളിൽ ഏർപ്പെടുത്താനും പാടില്ല. എന്താണ്? അപകടകരമായ ജോലികളിൽ 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ ഏർപ്പെടുത്താൻ പാടില്ല എന്നുകൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ഓർക്കുക, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ നോക്കുമ്പോൾ 14 വയസ്സ് വരെ മാത്രമേ നിയമത്തിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാകാനും ചാൻസ് ഉണ്ട് എന്ന് എക്സാം ഹാളിൽ ഇരുന്ന് ചിന്തിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പക്ഷേ തോന്നാം. കാര്യം നമ്മൾ എക്സാമിന്റെ ടെൻഷനാണ്, നമുക്ക് സമയക്കുറവുണ്ട്, പെട്ടെന്ന് ഉത്തരങ്ങളിലേക്ക് എത്തി നമുക്ക് കൃത്യസമയത്ത് തന്നെ എക്സാം ഫിനിഷ് ചെയ്യണം. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ ഇതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് കയറി വരും. അപ്പോൾ കൃത്യമായി ഓർക്കുക, 14 മുതൽ 18 വയസ്സ് വരെ, അതായത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അപകടകരമായ ജോലികളൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് ബാലവേല വിരുദ്ധ നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസ്. എന്താണ്? സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസ് പ്രകാശിപ്പിച്ചു. അപ്പോൾ ഇത് ആരുടേതാണ്? ആർ മോഹൻ രചിച്ച ഒരു രാഷ്ട്രീയ പഠന ഗ്രന്ഥമാണിത്. എന്താണ്? സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസ്. സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസ് എന്ന് പറയുന്നത് ആർ മോഹൻ രചിച്ച ഒരു രാഷ്ട്രീയ പഠന ഗ്രന്ഥമാണ്. ഇതിന്റെ അർത്ഥം, സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസ് എന്നതിന്റെ അർത്ഥം ഭിന്നതകളുടെയും പ്രത്യയശാസനകളുടെയും കഥ. എന്താണ്? ഭിന്നതകളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും കഥ. അതാണ് സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസ്. എന്താണ്? ഭിന്നതകളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും കഥ. ഇത് എഴുതിയത് ആരാണ്? ആർ മോഹനാണ്. ഇതിന്റെ ഒരു അനാച്ഛാദനമാണ് നടന്നത്. ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് നൽകിക്കൊണ്ടാണ് പ്രകാശിപ്പിച്ചത്. അതാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? സ്റ്റോറി ഓഫ് സ്കിസംസ് ആൻഡ് ഇസംസിന്റെ പ്രകാശനം, പുസ്തക പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർക്ക് കൊടുക്കുന്നു? പ്രതിപക്ഷ നേതാവ് V സതീശന് കൊടുക്കുന്നു. ഒരു രാഷ്ട്രീയ പഠന ഗ്രന്ഥം, അതിന് ഇതിലും നല്ലൊരു പ്രകാശനം കിട്ടത്തില്ല അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചിരിച്ചുകൊണ്ട് ഒരേ സദസ്സിൽ. നമുക്കിനി കുറച്ചധികം ആനുകാലിക വാർത്തകൾ അറിയാം. അടുത്തിടെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവാണ് തെന്നല ബാലകൃഷ്ണപിള്ള. ആരാണ്? തെന്നല ബാലകൃഷ്ണപിള്ളയാണ് അടുത്തിടെ അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ്. ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. എന്താണ്? ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമാണ്. 2025 തീം എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ. എന്താണ്? ഫുഡ് സേഫ്റ്റി സയൻസ് ഇൻ ആക്ഷൻ ആണ് 2025 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം. CIES ഫുട്ബോൾ ഒബ്സർവേറ്ററി പുറത്തുവിട്ട പട്ടികയിൽ ലോക ഫുട്ബോളിലെ ഏറ്റവും മൂല്യമേറിയ താരമാണ് ആര്? യാമിൻ യമാൽ. ബാഴ്സലോണയുടെ സ്പാനിഷ് പ്ലെയർ ആണ് യാമിൻ യമാൽ. യാമിൻ യമാലിനെ എല്ലാവർക്കും അറിയാം. അടുത്തിടെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ച കൊച്ചുകുട്ടിയാണ് യാമിൻ യമാൽ. അത്ര വലിയ പ്രായമൊന്നുമില്ല, ഒരു 18-19 വയസ്സോ അത്രയോ ആവുമെന്ന് എനിക്കറിയത്തില്ല. യാമിൻ യമാൽ അതൊരു കൊച്ചുകുട്ടിയാണ്. ഈ കുട്ടി നമ്മുടെ കഴിഞ്ഞ വേൾഡ് കപ്പ് ടൈമിൽ കുറച്ച് അധികം പോപ്പുലറായ ഒരു താരമാണ്. അതായത് ഈ യാമിൻ യമാൽ കുഞ്ഞായിരുന്ന സമയത്ത് മെസ്സി എടുത്തു വെച്ചിരുന്ന ഒരു ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് വൈറലായിരുന്നു. അപ്പോൾ യാമിൻ യമാലാണ് CIES ഫുട്ബോൾ ഒബ്സർവേറ്ററി പുറത്തുവിട്ട പട്ടികയിൽ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ താരം. ആരാണ്? യാമിൻ യമാൽ. ബാഴ്സലോണയുടെ താരമാണ്,
സ്പാനിഷ് താരമാണെന്ന് കൂടി ഓർക്കുക. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് 2025 റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറി ഇന്ത്യ. അപ്പോൾ ഇന്ത്യ കുറച്ചധികം നാളായി ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമായി മാറിയിട്ട് ഇന്ത്യയുടെ ജനസംഖ്യ 147 കോടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് നാളത്തെ കണക്ക് പ്രകാരം 146 കോടിയായിരുന്നു. 1 കോടിയും കൂടെ കൂടിയിട്ടുണ്ട്. എത്രയാണ്? 147 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. അപ്പൊ ചൈനയെ നമ്മളൊന്ന് തോൽപ്പിച്ചു ജനസംഖ്യയുടെ കാര്യത്തിൽ. ചൈനയാണ് 2ാം സ്ഥാനത്ത്. 141 കോടി ജനങ്ങളാണ് ചൈനയിലുള്ളത്. 14ാമത്തെ ദലൈലാമയായ ടെൻസിംഗ് ഗ്യാറ്റ്സോ എഴുതിയ പുസ്തകമാണ് വോയിസ് ഫോർ ദി വോയിസ്ലെസ്. എന്താണ്? വോയിസ് ഫോർ ദി വോയിസ്ലെസ് എഴുതിയത് ആരാണ്? 14ാമത്തെ ദലൈലാമ. 14ാമത്തെ ദലൈലാമയായ ടെൻസിംഗ് ഗ്യാറ്റ്സോ എഴുതിയ പുസ്തകമാണ് വോയിസ് ഓഫ് ദി വോയിസ്ലെസ്. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ MS ധോണിയെ 2025 ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. അപ്പോൾ 2025 ICC ഹോൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ക്രിക്കറ്റ് താരം ആരാണ്? MS ധോണി. ആരാണ്? MS ധോണി. അപ്പൊ നമ്മൾ കൂടുതൽ ആനുകാലിക വാർത്തകളൊക്കെ അറിഞ്ഞു. നമുക്കൊന്ന് റിവിഷൻ ചെയ്യണ്ടേ? എല്ലാം ഒന്ന് ഓർത്തെടുക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായത് എവിടെയായിരുന്നു? ഫ്രാൻസിലാണ്. ഫ്രാൻസിലെ നിസിലാണ് ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനത്തിന് വേദിയായത്. കരസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായിയാണ്. അപ്പോയിന്റ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കരസേനാ ദിനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കരസേനയുടെ ഉപമേധാവിയായി നിയമിതനായ വ്യക്തിയാണ് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായി. ആരാണ്? രാജീവ് ഗായി. ആക്സിയം 4 മിഷന്റെ റോക്കറ്റ് ആണ് ഫാൽക്കൺ 9. ഏതാണ്? ഫാൽക്കൺ 9 ആണ് റോക്കറ്റ്. ഇത് പുനരുപയോഗിക്കാവുന്ന 2 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ്. ഇതൊന്നെന്താണ്? പുനരുപയോഗിക്കാനാകുന്ന 2 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് ഫാൽക്കൺ 9. നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. 2 ഘട്ടം, അത് ഓർക്കുക. പുനരുപയോഗിക്കാൻ കഴിയുന്ന 2 ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് ഫാൽക്കൺ 9. പേടകം, അവർ സഞ്ചരിച്ച പേടകം ഏതായിരുന്നു? ഡ്രാഗൺ ക്യാപ്സ്യൂൾ. ഏതാണ്? ഡ്രാഗൺ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ സ്പേസ് എക്സ് ഡ്രാഗൺ. ഡ്രാഗൺ ക്യാപ്സ്യൂൾ എന്ന് പറയാം, അല്ലെങ്കിൽ സ്പേസ് എക്സ് ഡ്രാഗൺ എന്നും പറയാം. നമുക്കറിയാം ആക്സിയം 4 മിഷനിൽ 4 ക്രൂ മെമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെയും പോകുമെന്ന് പറഞ്ഞു, ഇന്നലെയും പോയില്ല. നമ്മുടെ റോക്കറ്റിൽ ഒരു ഓക്സിജൻ ചോർച്ച. എന്താണ്? ഓക്സിജൻ ചോർച്ച. കൃത്യമായി ഓർക്കുക, ഒരു ഓക്സിജൻ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിഹരിക്കും വരെ യാത്ര ഇല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ പഠിച്ചു. ഇതിലൊരു 5ാമത്തെ അംഗമുണ്ട്. 5ാമത്തെ ഒരു ക്രൂ മെമ്പർ ഉണ്ട്. എന്താണ്? ജോയ്. ആരാണ്? ജോയ്. അപ്പുറത്തെ വീട്ടിലെ ജോയ് മാമനല്ല, ജോയ് എന്ന് നാമകരണം ചെയ്ത ഒരു 5 ഇഞ്ച് നീളമുള്ള ഒരു ചെറിയ ഹംസമാണത്. എന്താണ്? ജോയ് എന്ന് നാമകരണം ചെയ്ത ഒരു 5 ഇഞ്ച് നീളമുള്ള കുഞ്ഞൻ ഹംസമാണ് 5ാമത്തെ ക്രൂ അംഗം. അങ്ങനെയെങ്കിൽ മറ്റ് ക്രൂ മെമ്പേഴ്സ് ആരൊക്കെയാണ്? പെഗ്ഗി വിറ്റ്സൺ, ശുഭാൻശു ശുക്ല, സാവോസ് ഉയൻസ്കി, ടിബർ കപൂര. പെഗ്ഗി വിറ്റ്സൺ അമേരിക്കൻ വനിതയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. സാവോസ് ഉയൻസ്കി ഏത് രാജ്യക്കാരനാണ്? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഏതായിരുന്നു? പോളണ്ട് ആണ്. ടിബർ കപൂര ഏതാണ്? ഹംഗറിയാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഓർക്കുക. PSC ചോദ്യം വരും, തിരിച്ചും മറിച്ചും ഒക്കെ ഇടും. പെഗ്ഗി വിറ്റ്സണും ശുഭാൻശു ശുക്ലയും ഓക്കെയാണ്, പോളണ്ടും ഹംഗറിയും ഓക്കെയാണ്. അത് ഉയൻസ്കി ആണോ ടിബർ കപൂരയാണോ എന്ന് നമുക്ക് നല്ല ഡൗട്ട് വരും. അപ്പോൾ കൃത്യമായിട്ടും പഠിക്കുക. 2025 ജൂണിൽ അറബിക്കടലിൽ തീപിടിച്ച കപ്പൽ ഏതാണ്? MV വാൻഹായ്. MV വാൻഹായ് 503. MV വാൻഹായ് 503. അപ്പോൾ റിവിഷനും കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം അല്ലേ? അപ്പം നിങ്ങളൊന്നും ഈ ഒരു സെഗ്മെന്റും സ്കിപ്പ് ചെയ്യരുത്. റിവിഷൻ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ടേ എല്ലാവരും പോകാവൂ. എല്ലാവരും ആൻസേഴ്സ് മാക്സിമം കമന്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എവിടെയാണ് 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത്? എവിടെയാണ് 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത്? ഓപ്ഷൻ എ കച്ച്, ബി രേവ, സി ഗാന്ധിനഗർ, ഡി ദിസ്പൂർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം.
അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്തേ. നമുക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. എല്ലാവരും ചെയ്തോ? അപ്പോൾ നമുക്ക് ആൻസർ ഏതാണെന്ന് നോക്കാം. ഏതാണ്? ഓപ്ഷൻ എ കച്ചാണ്. ഗുജറാത്തിലെ കച്ചിലാണ് 5300 വർഷം പഴക്കമുള്ള ഹാരപ്പൻ വാസസ്ഥലം കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ആരാണ് AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ എ ഇഗോർ സ്റ്റിമാക്, ബി പീയൂഷ് ഗോയൽ, സി പ്രഫുല്ല പട്ടേൽ, ഡി കല്യാൺ ചൗബ. ആരായിരുന്നു അത്? ആരായിരുന്നു? എല്ലാവരും കമന്റ് ചെയ്ത് ആരാണെന്ന്. എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണ്? നമ്മുടെ കല്യാൺ ചൗബയാണ്. ഓപ്ഷൻ ഡി കല്യാൺ ചൗബ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following statements are true regarding the objectives of Axiom 4 mission? അപ്പോൾ Axiom 4 മിഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ട്രൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the mission focused on microgravity research and scientific experiments. എന്താണ് ഈ മിഷൻ ഫോക്കസ് ചെയ്യുന്നത്? മൈക്രോഗ്രാവിറ്റി റിസർച്ചും സയന്റിഫിക് എക്സ്പെരിമെന്റ്സുമാണ്. രണ്ടാമത്തേത്, it aimed to test technologies for future private space station. Future private space station, സ്വകാര്യ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിന് ഇത് ലക്ഷ്യമിടുന്നു. It was launched aboard a Soyuz spacecraft from Russia. റഷ്യയുടെ സൂയസ് സ്പേസ് ക്രാഫ്റ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Select the correct answer using the code below. അപ്പോൾ കറക്റ്റ് ആൻസർ എല്ലാവരും പറയുക. ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ എ 1 and 2 only, ബി 2 and 3 only, സി 1 and 3 only, ഡി all of the above. ഇതിൽ എന്താണ് ഉത്തരമായി വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആക്സിയം 4 മിഷനെ പറ്റി നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വരികയാണ്. ക്രൂ മെമ്പേഴ്സിനെ പറഞ്ഞു, 5ാമത്തെ ക്രൂ മെമ്പർ ആരാന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉത്തരത്തിലേക്ക് എത്തിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉത്തരം എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ 1 and 2 only. സൂയസ് സ്പേസ് ക്രാഫ്റ്റ് അല്ല. ഏതായിരുന്നു? നമ്മുടെ ഫാൽക്കൺ 9 റോക്കറ്റിലാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്പേസ് എക്സിന്റെ ഡ്രാഗണിലാണ് അവർ യാത്ര ചെയ്യുന്ന പേടകം എന്ന് പറയുന്നത്. ബാക്കി രണ്ടും ശരിയല്ലേ? മൈക്രോഗ്രാവിറ്റിയെ പറ്റിയല്ലേ പഠിക്കാൻ അവർ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ 7 പേലോഡുകൾ പഠിച്ചു. എല്ലാം മൈക്രോഗ്രാവിറ്റിയിൽ ഓരോന്നും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ശരിയാണ്. അതുപോലെ തന്നെ വാർത്തകളിൽ വന്നതാണ്. എന്താണ്? ഒരു പ്രൈവറ്റ് സ്പേസ് സ്റ്റേഷൻ ഫ്യൂച്ചറിൽ സ്ഥാപിക്കാൻ പറ്റുമോ, അതിനെപ്പറ്റിയുള്ള റിസർച്ചും കൂടിയാണ് ഈ ആക്സിയം 4 മിഷന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ 1ഉം 2ഉം ശരിയാണ് എന്നതാണ് ഇതിന്റെ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Which of the following combinations correctly listed the crew of Axiom 4? അപ്പോൾ ആക്സിയം 4ലെ ക്രൂ മെമ്പേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു പെയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കറക്റ്റായിട്ട് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഓപ്ഷൻ എ നോക്കാം. പെഗി വിറ്റ്സൺ പോളണ്ട്, ശുഭാൻഷു ശുക്ല ഇന്ത്യ, ടിംബർ കപൂര അമേരിക്ക, സാവോസ് ഉയാൻസ്കി ഹംഗറി. ഓപ്ഷൻ ബി പെഗി വിറ്റ്സൺ അമേരിക്ക, ശുഭാൻഷു ശുക്ല ഇന്ത്യ, ടിംബർ കപൂര ഹംഗറി, സാവോസ് ഉയാൻസ്കി പോളണ്ട്. ഓപ്ഷൻ സി പെഗി വിറ്റ്സൺ അമേരിക്ക, ശുഭാൻഷു ശുക്ല ഇന്ത്യ, ടിംബർ കപൂര പോളണ്ട്, സ്വാവോസ് ഉയാൻസ്കി ഹംഗറി. ഓപ്ഷൻ ഡി പെഗി വിറ്റ്സൺ ഹംഗറി, ശുഭാൻഷു ശുക്ല ഇന്ത്യ, ടിംബർ കപൂറ പോളണ്ട്, സോവോസ് ഉയൻസ്കി അമേരിക്ക. ഇത് കണ്ടോ? പെട്ടെന്ന് നമ്മളൊന്ന് ടെൻഷനിലാണ് വായിക്കുന്നതെങ്കിൽ നമുക്ക് ആരെവിടെ ഒന്നും മനസ്സിലാക്കാതെ നമ്മൾ ഒരു പക്ഷെ സ്കിപ്പ് ചെയ്തു പോകും. അപ്പോൾ കൃത്യമായിട്ടും നമ്മൾ അവരെവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്തു നിന്നുള്ളവരാണെന്ന് നോക്കുക. അപ്പോൾ ഈ ഓപ്ഷൻസിന്റെ പ്രത്യേകത ആൻസർ അറിയാവുന്നവരെല്ലാം കമന്റ് ചെയ്തു കേട്ടോ. ദേ ശുഭാൻഷു ശുക്ല ഇന്ത്യ, എല്ലാ ഓപ്ഷനിലും ശുഭാൻഷു ശുക്ല ഇന്ത്യ തന്നെയാണ്. അപ്പം നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു എലിമിനേഷൻ മാർഗം ഇവിടെ ഇല്ല. ശുഭാൻഷു ശുക്ല ഇന്ത്യ. പിന്നെ രണ്ടാമത് നമുക്കൊരു ഷുവർ പോയിന്റ് എന്ന് പറയുന്നത് പെഗി വിറ്റ്സൺ അമേരിക്കൻ വനിതയാണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ ഷുവർ പോയിന്റ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയിൽ പെഗി വിറ്റ്സൺ പോളണ്ട് തെറ്റ്. പെഗി വിറ്റ്സൺ അമേരിക്കയാണ്. ബിയിൽ പെഗി വിൽസൺ അമേരിക്ക തന്നെയാണ്. സിയിലും പെഗി വിൽസൺ അമേരിക്കയാണ്. പക്ഷെ ഡിയിൽ പെഗി വിൽസൺ ഹംഗറി എന്നാണ് തന്നിരിക്കുന്നത്. അവിടെയും തെറ്റാണ്. പെഗി വിൽസൺ ഹംഗറി അല്ല, അമേരിക്കയാണ്. അപ്പം നമ്മുടെ പെഗി വിൽസണും ശുഭാൻഷു ശുക്ലയും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത 2 പേർ, അവിടെയാണ് നമുക്കിനൊരു ഡൗട്ട്. ടിംബർ കപൂരയും സ്വാവോസ് ഉയൻസ്കിയും.
അപ്പോൾ ഓപ്ഷൻ ബിയില് ടിംബർ കപൂര ഹംഗറി, സ്വാവോസ് ഉയൻസ്കി പോളണ്ട്. ഓപ്ഷൻ സിയില് ടിംബർ കപൂര പോളണ്ട്, സ്വാവോസ് ഉയൻസ്കി ഹംഗറി. അപ്പോൾ ഇതിലേതാണ് ശരി? ഇവിടെയാണ് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായി പഠിക്കുക. കപൂര ഫ്രം ഹംഗറി. കപൂര കുറച്ച് ഹംഗറിയിലാണ്. കപൂര ഫ്രം ഹംഗറി, സ്വാവോസ് ഉയൻസ്കി ഫ്രം പോളണ്ട്. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? കപൂര ഹംഗറിയിൽ നിന്നുള്ള വ്യക്തിയാണ്, സ്വാവോസ് ഉയൻസ്കി പോളണ്ടിൽ നിന്നുള്ളതാണ്. നമ്മൾ ഉറപ്പിച്ചു വെക്കേണ്ടത് ഈ 2 പേര് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. പെഗ്ഗി വിറ്റ്സൺ അമേരിക്ക, ശുഭാൻഷു ശുക്ല ഇന്ത്യ, ടിംബർ കപൂര ഹംഗറി, സ്വാവോസ് ഉയൻസ്കി പോളണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായി നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ SBCID കോഴ്സിനുള്ള ഫ്രീ സീരീസ്, യൂട്യൂബ് ഫ്രീ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സുകളൊക്കെ കാണുക. കണ്ടിട്ട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ തീർച്ചയായും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾ, അതായത് ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിലും ഒരു നഷ്ടം സംഭവിച്ചവർ കാണും. ഇനി വരുന്ന പരീക്ഷയ്ക്കും അധികം കോൺഫിഡൻസ് ഇല്ലാത്തവരും ഉണ്ടാകും. എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് തന്നെ പറയുന്നു. എന്നിരുന്നാലും ഒരു പക്ഷേ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ തയ്യാറാവുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ ആനുകാലിക വാർത്തകളുമായി വീണ്ടും കാണാം. താങ്ക്